കഴിഞ്ഞ ലോകകപ്പിലെ പോലെ തന്നെ ഇത്തവണയും മെസ്സി ആ ഒരു ചരിത്രം ആവർത്തിക്കുകയാണ്. ഗോൾ അടിച്ചും ഗോൾ അടുപ്പിച്ചും മെസ്സി മുന്നേറുകയാണ്. ഏതാണ്ട് 8 ഗോളുകളും 4 അസിസ്റ്റുകളുമായി ഗോൾഡൻ ബൂട്ടിലേക്ക് ഒരു പടി അകലെയാണ് മെസ്സി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ മെസ്സിയുടെ ഒരു വലിയ ഒരു പങ്കാളിത്തം, മെസ്സി നൽകുന്ന ഒരു പിന്തുണ സഹകളിക്കാർ ഏറ്റുവാങ്ങുമ്പോഴാണ് ഈ അവസാന നിമിഷങ്ങളിലൊക്കെ തോറ്റുപോകുമായിരുന്ന മത്സരങ്ങൾ പോലും ജയിച്ചു കയറുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ മെസ്സി അവസാനം ഈ പറഞ്ഞ പോലെ ഈ ഭാഷയും മറ്റ് ഈ സ്പോർട്സ് ക്ലബ്ബുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം മെസ്സി എത്തിയിരിക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ മിയാമിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മിയാമിയിൽ എത്തുമ്പോൾ ഈ 39 വയസ്സുള്ള ഒരു ആൾ അവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, എന്നാൽ അത്യാവശ്യം അധികം മത്സരങ്ങളിൽ ആധിക്യമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഒരു സ്ഥലമാണ് അമേരിക്ക. അപ്പോൾ അവിടെ എത്തിച്ചേർന്നത് ഈ മെസ്സിക്ക് ലോകകപ്പിലേക്ക് വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ടാകും ശ്രീ അൻസാർ. തീർച്ചയായും അമേരിക്കയിൽ ഇപ്പോൾ മെസ്സി കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് അമേരിക്കയിൽ കളിക്കുന്നു, അമേരിക്കയിൽ ക്ലബ് ഫുട്ബോൾ കളിക്കുന്നു. അതിനോടൊപ്പം തന്നെ അർജൻറ്റീനയുടെ ടീമുമായിട്ടും അദ്ദേഹത്തിന് അഭേദ്യമായ ഒരു ആത്മബന്ധമുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സി ബാഴ്സലോണയിൽ കളിച്ചിരുന്നപ്പോഴും അമേരിക്കയിൽ MLS ടീമായിട്ടുള്ള ടീം മയാമിയിൽ കളിക്കുമ്പോഴും അതുപോലെ തന്നെ അർജൻറ്റീനയിൽ കളിക്കുമ്പോഴും മെസ്സിക്ക് കിട്ടുന്ന ഒരു പിന്തുണ, അത് സഹ കളിക്കാരിൽ നിന്ന്, സഹ ഡിഫൻഡേഴ്സിൽ നിന്ന്, മിഡ്ഫീൽഡേഴ്സിൽ നിന്ന്, മറ്റ് സ്ട്രൈക്കർമാരിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ വളരെ വലുതാണ്. അദ്ദേഹം ഒരു ടീം മാനായിട്ടാണ് അദ്ദേഹം എപ്പോഴും ഫുട്ബോൾ കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള മാജിക്കൽ മൊമെൻറ്റ്സും മാജിക്കലായിട്ടുള്ള നീക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം കളിക്കുന്ന ടീമിന് വിജയങ്ങൾ കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വേറെ ഒരു ലക്ഷ്യവുമില്ല. 100% ഫുട്ബോളാണ് അദ്ദേഹത്തിൻ്റെ തലച്ചോറ് ചിന്തിക്കുന്നത്. ഫുട്ബോളിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പന്തിനെ പിന്തുടരുന്ന ഒരു തലച്ചോറ് തന്നെയാണ് മെസ്സി. ആ ഒരു തലച്ചോറിൻ്റെ വേഗം ഇന്ന് സത്യത്തിൽ ലോകത്തുള്ള മറ്റേതൊരു കളിക്കാരനേക്കാളും മികച്ചതാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട് മറുവശത്ത്. മറുവശത്ത് ഇതുപോലെ തന്നെ മെസ്സിയെ പോലെ തന്നെ ഏറ്റവും മികച്ച ഒരു കളിക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്കില്ല്, അദ്ദേഹത്തിൻ്റെ 41 വയസ്സായി, രണ്ടുപേരും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഏത് രീതിയിൽ ഒരുക്കിയെടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ട് അദ്ദേഹം ശരീരത്തിനെ സംരക്ഷിക്കാൻ കാണിക്കുന്ന നീക്കങ്ങളൊക്കെ അദ്ദേഹത്തെ ജനപ്രിയനാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടുകൾ പലപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറച്ചുകൂടി ലോക ശ്രദ്ധയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. മെസ്സി എപ്പോഴും ഫുട്ബോളിൽ മാത്രമാണ് മെസ്സി മുഴുകുന്നത്. ഫുട്ബോളാണ് മെസ്സിക്ക് ചിന്തകൾ. ഫുട്ബോളിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തിനകത്ത് മെസ്സിക്ക് ഒരു ചിന്തയും ഇല്ല എന്ന് തന്നെ പറയാം. അത് കളിക്കളത്തിൽ നമ്മൾക്കത് പ്രകടമാണ്. തീർച്ചയായും നമ്മൾ നോക്കൂ, അർജൻറ്റീന ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണിക്കല്ല്, അവസാനത്തെ ഒരു ആയുധം അല്ലെങ്കിൽ അവസാന പ്രതീക്ഷ എന്ന് പറയുന്നത് മെസ്സിയാണ്. അതുപോലെ തന്നെ അവരുടെ ആദ്യത്തെ പ്രതീക്ഷയും മെസ്സിയാണ്. ഇത് രണ്ടും ഒരാളാകാൻ കഴിയുക എന്നുള്ളതാണ് ലോകത്തിൽ ഒരു ടീമിനും പലപ്പോഴും ഇത് കഴിയാറില്ല. പണ്ട് മറഡോണ ഉണ്ടായിരുന്നപ്പോൾ അർജൻറ്റീനയ്ക്ക് ഇതേ അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ പെലെ ഉണ്ടായിരുന്നപ്പോൾ ബ്രസീലിനും ഇതുപോലെ തന്നെയായിരുന്നു. അതായത് ടീമിൻ്റെ അടി മുതൽ മുട്ടി വരെ മെസ്സിയുടെ ഒരു സാന്നിധ്യം, മെസ്സിയുടെ ഒരു ഉണർവ്, മെസ്സി നൽകുന്ന ഒരു പ്രചോദനം വളരെ വലുതാണ്. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചതായിട്ട് ഉള്ള ഒരു അവസരമാണിത്. കാരണം തുടർച്ചയായി 2 ലോകകപ്പ് നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എളുപ്പമുള്ളതെന്നല്ല, നമ്മൾ പലപ്പോഴും ലോക ചാമ്പ്യന്മാരെയൊക്കെ ലോകകപ്പിൽ കാണുന്നത് നോക്കൂ, അവർ ലോകകപ്പിലെ ചിലപ്പോൾ കാണത്തില്ല. യോഗ്യത നേടാൻ കഴിയാത്ത മുൻ ചാമ്പ്യന്മാരുണ്ട്. 2010 ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ 2014 എത്തിയപ്പോൾ ആദ്യ റൗണ്ടിൽ പുറത്തായ അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് 2 ലോകകപ്പ് ഫൈനലുകൾ തുടർച്ചയായിട്ട് വരുന്നു. അതുമാത്രമല്ല, 2 ലോകകപ്പ് പോട്ടെ, 2014 മെസ്സിയുടെ കരിയറിൻ്റെ ഏറ്റവും പീക്ക് ടൈമാണ്. അദ്ദേഹം അന്ന് ബാഴ്സലോണയുടെ മിന്നുന്ന കളിക്കാരനാണ്. ഒരു സീസണിൽ ക്ലബിന് വേണ്ടി 40, 42, 43 ഗോളുകളൊക്കെ അടിച്ചു കൂട്ടുന്ന ആ ഒരു പ്രായത്തിൽ, ആ ഒരു സമയത്ത് മെസ്സി അർജൻറ്റീനയെ ഇതുപോലെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് ഫൈനൽ വരെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. അന്ന് ജർമ്മനിയുടെ മരിയോ ഗോഡ്സെ ഇഞ്ചുറി ടൈമിൽ നേടിയ ഒരൊറ്റ ഗോളില്ലായിരുന്നുവെങ്കിൽ അന്ന് മെസ്സി ലോക ചാമ്പ്യനായിരുന്നു. പിന്നീട് അത് 12 വർഷത്തിന് ശേഷമാണ്, 8 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് പിന്നീട് അതൊരു കിരീടധാരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. 2022 മെസ്സി ഫൈനലിൽ ഇറങ്ങുമ്പോൾ ലോകം മുഴുവൻ ആഗ്രഹിച്ചിരുന്നു ഈ മെസ്സി ഒരു കിരീടത്തിൽ ചുംബിച്ചിരുന്നെങ്കിൽ എന്ന്. കാരണം ആ ഒരു ലോകകപ്പ് പൂർണ്ണമാകുന്നത് മെസ്സിയുടെ ചുംബനത്തോടെ ആകൂ എന്ന് കാവ്യഭാവനയിൽ കരുതിയിരുന്ന എത്രയോ പേരുണ്ട്. കാരണം അത്രയ്ക്ക് മികച്ച, ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ, ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും മികച്ച കളിക്കാരൻ, അദ്ദേഹത്തിന് ലോകകപ്പ് നേടാൻ കഴിയുക എന്നുള്ളത് ലോകം മൊത്തം കൊതിച്ചിരുന്നു. അത് അദ്ദേഹം നേടിക്കഴിഞ്ഞു. ഇനി
ഇപ്പോൾ വീണ്ടും അദ്ദേഹം വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അത് വീണ്ടും ആവർത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു ചരിത്രമാണ്. ഒരു പക്ഷേ ഞാനും ശരിക്കും വിചാരിച്ചു 2022 ലോകകപ്പ് കിട്ടിയപ്പോൾ മെസ്സിക്ക് ശരിക്കും റിട്ടയർ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. ശരിക്കും ഈ കപ്പോടുകൂടി തന്നെ മെസ്സി വിരിയട്ടെ, ഇനി അദ്ദേഹത്തിന് സാധിക്കും, അല്ലെങ്കിൽ അടുത്ത ലോകകപ്പ് വരുമ്പോൾ വലിയ ക്ഷീണം വന്ന് മെസ്സി പുറത്തു പോകുന്നതിനെക്കാട്ടും ഇപ്പം നല്ല സമയമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായിട്ടാണ് മെസ്സിയുടെ ഈ കഴിഞ്ഞ 4 വർഷത്തെ ചരിത്രം. തീർച്ചയായും മെസ്സി 2014 ലോകകപ്പ് ഫൈനലിന് ശേഷം കളി നിർത്തുന്നു എന്ന് മനസ്സ് പൊട്ടി പറഞ്ഞു പോയ ഒരു മനുഷ്യനാണ്. അത്രയ്ക്കും വൈകാരികമായിട്ട് ഫുട്ബോളിനെ സമീപിക്കുന്ന ഒരു മനുഷ്യനാണ്. ഫുട്ബോൾ ഇല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. 2014 ലോകകപ്പ് നേടാൻ കഴിയാതെ ഫൈനലിൽ തകർന്ന് വീണപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇനി കളിക്കുന്നില്ല എന്നുള്ളതാണ്. അന്ന് ലോകം പറഞ്ഞു മെസ്സി ഇനിയും കളിക്കണം. കാരണം 2014 കഴിഞ്ഞിട്ട് ഇപ്പോൾ 12 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 12 വർഷവും മെസ്സി എന്ന് പറയുന്നത് 2014 മെസ്സി എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ലോകം ചർച്ച ചെയ്യുന്ന, അതേപോലെ തന്നെ ലോകം ആരാധിക്കുന്ന, ഒരുപക്ഷെ അതിലേറെ ലോകം ആരാധിക്കുന്ന ഒരു കളിക്കാരനായിട്ട് മാറി എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മെസ്സി ഒരുപക്ഷെ അദ്ദേഹം 39 വയസ്സായി. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനിയും പോർച്ചുഗലിന് വേണ്ടി കളിക്കും, 41 വയസ്സായി അദ്ദേഹത്തിന്. അടുത്ത ലോകകപ്പ് വരുമ്പോൾ മെസ്സിക്ക് 43 വയസ്സാവും. 43 വയസ്സിലെ മെസ്സി, എനിക്ക് ഈ ഒരു സിനിമ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ 70-ാം വയസ്സിൽ കളിക്കുന്ന ഒരു ഷോട്ട് നിങ്ങൾക്കൊന്നും നിങ്ങളുടെ 25-ാം വയസ്സിൽ പോലും കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ മെസ്സി അദ്ദേഹത്തിൻ്റെ 43-ാമത്തെ വയസ്സിൽ കളിക്കുന്ന, പരിക്കുകളൊന്നും ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ 43-ാമത്തെ വയസ്സിൽ മെസ്സി കളിക്കുന്ന ഫുട്ബോളും അന്നത്തെ 25-കാർക്കൊന്നും കളിക്കാൻ പറ്റില്ല. കെയ്ൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മെസ്സിയോടെയാണ് ഉപമിച്ചത്. മെസ്സി 39-ാം വയസ്സിൽ കളിക്കുന്നത്, പിന്നെ എനിക്കെന്താണ് കുഴപ്പമെന്നാണ് കെയ്ൻ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. എന്തായാലും